നേരെ പോണത് ശ്രീകാര്യം. നമ്മൾ പോത്തൻകോട്ടോട്ടാണ് പോണത്. ചേങ്കോട്ട് വേണം പോത്തൻകോട്ട്. ഈ സൈക്ലിംഗ് എന്ന് പറയുമ്പം ഇതിൻ്റെ ഒരു രസമെന്ന് പറയുന്നത്, നമ്മൾ എത്ര പ്രായമുള്ളവർ ഈ സൈക്കിൾ ചവിട്ടിയാലും നമ്മളെ ഒരു കൊച്ചു മനസ്സാവും. നമ്മൾ ഒറ്റയ്ക്ക് സൈക്കിളൊക്കെ ചവിട്ടി എവിടെയെങ്കിലുമൊക്കെ ചെന്നിരിക്കുമ്പം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ കുറച്ച് ദൂരം പോയി സൈക്കിൾ ചവിട്ടി നിൽക്കുമ്പോൾ ഒരു മനസ്സിനൊരു സുഖവും സന്തോഷവും. അത് നമ്മളിപ്പം ബൈക്കിലോ കാറിലോ പോയാൽ കിട്ടാത്ത ഒരു സന്തോഷം. നമ്മളൊരു സ്ഥലത്ത് കഷ്ടപ്പെട്ടാണ് എത്തുന്നത്, അപ്പോൾ അതൊരു സന്തോഷം. മറ്റേത് നമ്മൾ മോട്ടോർ നമ്മൾ അവിടം വരെ കൊണ്ടെത്തിക്കണേല്ലേ. ഇതാകുമ്പം നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് ചെന്നിരിക്കുമ്പം ഒരു മനസ്സിനൊരു പ്രത്യേക കുളിർമയായിരിക്കും. പിന്നെ പലരും സൈക്കിൾ ഇഷ്ടം പോലെ ആൾ വാങ്ങിക്കാറുണ്ട്. പക്ഷെ ആളിലെല്ലാം ഒരു 2 ദിവസം ചവിട്ടിയിട്ട് വീട്ടിൽ അങ്ങ് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ആരും സൈക്ലിങ്ങിന് ഇറങ്ങാറില്ല. ഇത് വെഞ്ചാവൂടാണ്. ഒരുപാട് വീട്ടിൽ സൈക്കിൾ ഇരിപ്പുണ്ട്. ഇത് വെഞ്ചാവൂടാണ്. ഇത് കേരള സർക്കാർ കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി സൈക്കിൾ വാങ്ങിച്ചാലുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ സർവീസിനാണ് നമ്മൾ ബുദ്ധിമുട്ടുണ്ട്. അവിടെയാണ് നമുക്കൊരു പ്രശ്നം. പിന്നെ ഞാൻ ട്രക്കിൻ്റെ സൈക്കിളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിനെ സർവീസിന് കൊണ്ടിട്ടപ്പോൾ 2 ആഴ്ച എടുത്തിട്ടാണ് ഈ സർവീസ് ചെയിനൊക്കെ കംപ്ലൈൻറ്റ് മാറ്റിയിട്ടത്. ചെയിന് മാറ്റാനും കുറച്ച് ലൂബിങ് ഒക്കെ ചെയ്ത്, ചെയിൻ ലൂബ് ചെയ്ത് ബ്രേക്കൊക്കെ ശരിയാക്കിയതിന് 2 ആഴ്ച എടുത്തു.
ആ സമയം ആ 2 ആഴ്ച കൊണ്ട് കാറ് കൊണ്ട് സർവീസിന് കൊടുത്താൽ ഒറ്റ ദിവസം കൊണ്ട് തരും. എൻ്റെ ബൈക്ക് കൊണ്ട് സർവീസ് കൊടുത്താൽ ഒറ്റ ദിവസം കൊണ്ട് തരും. ഇവരൊക്കെ കൊണ്ട് കൊടുത്താൽ 2 ആഴ്ച എടുക്കും. ഇതാണ് ഇതിൻ്റെ ഇപ്പം നല്ലൊരു കയറ്റമാണ്. ഉദയഗിരിയാണ്. ഉദയഗിരി ജംഗ്ഷനിലാണ് ഈ കയറ്റം ചെന്ന് നിൽക്കുന്നത്. ജനറൽ റോഡ്. ഇനി നമ്മൾ പോകുന്ന അടുത്തത് ചെമ്പഴന്തിയാണ്. പിന്നെ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഈ സൈക്കിള് ഡെയിലി ചവിട്ടണമെന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു സൈക്കിള് പെട്ടെന്ന് പണിയാവും, അല്ലെങ്കിൽ ഒന്നിരടാം. പക്ഷേ വല്ലപ്പോഴേക്കും ചവിട്ടണ ഒരു സൈക്കിൾ അങ്ങനെ ഇല്ലാതാവുന്നു. അതാണ്. അപ്പം നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ട് അവിടെ വിളിക്കും, ഇവിടെ വിളിക്കും. പക്ഷെ നമുക്ക് ഈ സൈക്കിളിന് മാത്രം ഈ ഡെക്കാത്തലിന്ന് ഞാൻ കേട്ടിട്ടുള്ള സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളവിടെ ഡെക്കാത്തലിൽ ഉള്ളൂരാണ്. അവിടെ നിന്നൊക്കെ സൈക്കിൾ എടുത്ത് നമുക്ക് ധൈര്യമായിട്ട് അവിടെ കൊണ്ടിട്ട് 2 വഴക്കെങ്കിലും കൊടുക്കും. മറ്റവനെ വഴക്ക് പറഞ്ഞാൽ പിന്നെ ഇവിടെ എന്താടാ ഇത് നേരത്തെ തരാൻ പറ്റൂലേടാ എന്ന് ചോദിച്ചാൽ അവൻ പറയും എടുത്തോണ്ട് പോടാന്ന് പറയും. പിന്നെ നമുക്ക് അവിടെ കൊടുക്കാനും പറ്റും. അതുകൊണ്ട് സൈക്കിൾ കൊണ്ട് കൊടുക്കണവന്മാർ മിണ്ടാതെ പാവം പോലെ കൊണ്ട് കൊടുത്ത് അവൻ തോന്നമ്മ ശരിയാക്കി തരും. അപ്പോൾ മാറ്റിക്കൊണ്ട് വരാനേ പറ്റൂ. അതാണ് വലിയ വലിയ കമ്പനിയും ഇതേപോലെയുള്ള വർക്ക്ഷോപ്പുകളും തമ്മിലുള്ള വ്യത്യാസം. ഞാനിനി ഇത് ആരെയും പറയണമെങ്കിൽ ഈ ഡെക്കാത്തലിൽ നിന്ന് പോയി ഈ ഡെക്കാത്തലിലുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ അവരൊരു പ്രത്യേക ബ്രാൻഡ് സൈക്കിളേ വരൂ. നമ്മളിപ്പോൾ ഇത് ട്രക്കിൻ്റെ സൈക്കിളാണ്, അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് എനിക്ക് പേര് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഹയർ സൈക്കിളല്ല അവിടെ ഉണ്ട്. അവരൊരു പ്രത്യേക കമ്പനിയാണ്. ഇത് ഇതാണ് അണിയൂർ ജംഗ്ഷനാണ്. അണിയൂർ ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഈ വഴിയിൽ കുറേ കൃഷികളുണ്ട്. ഈ കയറ്റം നല്ല ഒരു കയറ്റമാണ്. ഇത് അണിയൂർ ജംഗ്ഷനാണ്.
പക്ഷേ പലരും ഈ സൈക്കിളിൽ നമ്മൾ റൈഡിങ്ങിന് ക്യാമറ ഹാൻഡിലിൽ കൂടുതൽ താത്തി വെച്ച് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ സൈക്കിൾ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് ഫ്രണ്ടിലെ വ്യൂ കാണണമെങ്കിൽ ക്യാമറ മിനിമം എങ്ങനെയെങ്കിലും വെച്ചാലേ ഈ ഫ്രണ്ടിലെ വ്യൂ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ സ്ഥലം ദക്ഷിണല്ല, ആഹ്ലാദപുരം എന്നാണ് പറയുന്നത്. അടുത്തത് സ്ഥലം ആനന്ദേശ്വരമാണ്. അതൊരു ജംഗ്ഷനാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ പോത്തങ്കോട് ഒരുപാട് കടകളുണ്ട്. പോത്തങ്കോട് എല്ലാ കടയുണ്ട്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിലൊക്കെ വരണവർക്ക് ജംഗ്ഷനിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കുറവാണ്. ശാന്തിഗിരിയിൽ അങ്ങോട്ട് വണ്ടി നിർത്തുകയാണെങ്കിൽ അവിടെയൊക്കെ ഉള്ള കടകളിൽ റോഡ് പാർക്ക് ചെയ്യാൻ വേണ്ടി. ജംഗ്ഷനിലൊക്കെ ഇഷ്ടംപോലെ കടകൾ, പക്ഷേ അവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യം ഉണ്ട്, പൈസ കൊടുത്ത്. ഇവിടെ യഥാർത്ഥ എല്ലാ കടയും എല്ലാവർക്കും അറിഞ്ഞുകൂടാ. അവിടെ ഇത്രയും കടയും കാര്യം എല്ലാവരും ഇവിടെയൊക്കെ ഉള്ളവർ നമ്മളെ ഉള്ളവർ അവിടെ വണ്ടിയിലങ്ങ് പോകുമ്പോൾ ആരും ശ്രദ്ധിക്കും. നമ്മൾ സൈക്കിളിൽ പോകുമ്പം എല്ലാ കടകളും ഇത് അണിയൂർ തൊട്ട് ഈ കയറ്റം തുടങ്ങണമെന്ന് വെച്ചാൽ അണിയൂർ തൊട്ട് ആനന്ദേശ്വരം ഇവിടം വരെയാണ് ഈ കയറ്റം. പിന്നെ ഇനി ചേങ്കട്ടോണം. പട്ടിക്കുട്ടകന്മാരൊക്കെ കിടന്ന് ഉറങ്ങും. ഇവിടുന്ന്
പോത്തങ്കോട് 5 കിലോമീറ്റർ, കാര്യവട്ടം 3 കിലോമീറ്റർ, ഞാണ്ടിറക്കണം 3 കിലോമീറ്റർ. ഇതാണ് ചേങ്കോട്ടോണം ജംഗ്ഷൻ. രാവിലെ ആയതുകൊണ്ട് കടയൊന്നും തുറന്നില്ല. ചെറിയ ഇറക്കമാണ്, പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇതിനെ ചവിട്ടി കയറ്റണം. ഫ്ലാറ്റുകളൊക്കെ ആവശ്യം പോലെ പൊങ്ങണം. കേരളത്തിൽ 3.5 കോടി ജനങ്ങളെ ഉള്ളതെന്നും പറയുന്നു. ഈ ഫ്ലാറ്റിലൊക്കെ ആര് താമസിക്കുന്നത്? എവിടേക്ക്? ഇപ്പം ഈ വീട് നമുക്ക് എത്ര കോടി വീട് നമ്മളെ കേരളത്തിൽ കാണും? സർക്കാരിൻ്റെ കയ്യിൽ കണക്കാണ്. ഒരുപാട് വീടുകൾ കാണും. ആരാടെ വീട്ടുകാരും അടയ്ക്കുന്ന വീടുകൾ സർക്കാരിൻ്റെ കയ്യിൽ കണക്കാണ്. എത്ര കോടി വീടുണ്ടെന്ന് വിവരാവകാശ രേഖ വഴി ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റുമായിരിക്കും അല്ലേ? കൊന്ന ഒക്കെ പൂത്ത് വയ്ക്കും. പയ്യന്മാർ ആ സമയമാകുമ്പോൾ തുള്ളി കൊമ്പിൽ വരെ ചാടി കയറി വെടിച്ചു കൊണ്ടുവന്ന് റോട്ടിൽ കൊണ്ടിട്ട് വിൽക്കും. രാവിലെ ചായ കുടിക്കുന്ന ചേട്ടന്മാർ. യഥാർത്ഥം പറഞ്ഞാൽ ഈ ചായ ഒരു ലഹരി തന്നെയാണ്. ചാരായം കുടിക്കും പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ചായയും കുടിക്കുന്നത്. ചായ ഒരു ലഹരി സാധനമാണ്. കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നവർക്ക് കുടിച്ചില്ലെങ്കിൽ ഒരു തലവേദന ഇതെല്ലാം വരും ഇല്ലേ? അപ്പം ഈ ചായയും ഒരു ലഹരി പദാർത്ഥം തന്നെയാണ്. പണ്ടൊക്കെ ഈ തട്ടുകടകളിൽ ആണുങ്ങളാണ് കൂടുതൽ ചായ കുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം തട്ടുകടയിലൊക്കെ പോയി കഴിഞ്ഞാൽ 4 മണിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 3 മണിയൊക്കെ ആകുമ്പോഴും ഒരുപാട് പെൺപിള്ളേരും ചായ കുടിക്കാൻ ഈ ആമ്പിളരെ വിളിച്ചുകൊണ്ട് പോകണം ചായ കുടിക്കാൻ വേണ്ടി. മര്യാദയ്ക്ക് അവർ ചായ കുടിക്കാതിരുന്ന അവരെയും കൂടെ ഇവർ ചായ കുടിപ്പിച്ച് ശീലിപ്പിച്ചു. അപ്പോൾ അവർ ചായയും കടിയും. പെണ്ണുങ്ങളെ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന ശരീരം. അവർ ഈ ചായയും കടിയും എണ്ണപ്പലഹാരവും കഴിക്കുമ്പം ഒരു ശരീരം
കയറി വീർത്ത് വരും. ഇതാണ് മടൂപ്പാറ പോണ വഴി, ഗുഹാക്ഷേത്രത്തിൽ പോണ വഴിയാണ്. പാറയുടെ മുകളിൽ 10 മണിക്ക് ശേഷം വിടുള്ളൂ. അപ്പുറത്തൂടെ വഴിയുണ്ട്. നമ്മളെ RT ഓഫീസാണ്. ഈ RT ഓഫീസ് ഇതെല്ലാം കൂടെ വില്ലേജ് ഓഫീസ്, ഇതൊക്കെ വാടക കൊടുത്ത് എന്നിട്ട് ഈ പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, ഇതേപോലെ ഇവിടെ RT ഓഫീസ് ഉണ്ടെങ്കിൽ അതിവിടുത്തെ RT ഓഫീസ്, കൃഷിഭവൻ, അങ്ങനെ ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഇതെല്ലാം കൂടെ ഇപ്പം പോത്തങ്കോട് പോലീസ് സ്റ്റേഷൻ, അപ്പം ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഇവിടെ എവിടെയെങ്കിലും അകത്തോട്ടൊക്കെ ഭാഗത്ത് ഒരുപാട് വസ്തുക്കൾ കാണും. അവിടെ ഇതെല്ലാം കൂടെ ചെയ്തെങ്കിൽ എന്ത് എളുപ്പമാണ്. ഉള്ള കാലം ആരടുത്തും മാറുകയും വേണ്ട, സർക്കാരിൻ്റെ കയ്യിലിരിക്കുകയും ആളുകൾക്കും എളുപ്പം. അതൊന്നും ചെയ്യാൻ ഇപ്പം മാങ്ങക്കാരാവുകൊണ്ട് റോഡിൽ കൂടെ പോയാൽ എവിടെ നോക്കിയാലും മാങ്ങ. ചിലവർ പറിക്കും, ചിലവർ തറയിൽ വീണത് അത്രയും കണക്ക്.
ബോർഡ് പോസ്റ്റിൻ്റെ ഇടയിലാണ്. മംഗലാപുരം നേരെ, വെഞ്ഞാറമൂട് നേരെ, വെട്ട് റോഡ് ഇങ്ങോട്ട്, കണിയാപുരം കണിയാപുരവും വെട്ട് റോഡും ലെഫ്റ്റിലോട്ടാണ്, മറ്റേതെല്ലാം നേരെ. കഴക്കൂട്ടം, ചന്താവിള, കന്യാകുളങ്കര, പോത്തങ്കോട്. ഇതാണ് കാട്ടായിക്കം. ഇങ്ങോട്ടാണ് ചന്തവിള എന്നൊക്കെ പറയും. നമ്മൾ നേരെ പോത്തങ്കോടാണ്. ഞാൻ സ്ഥിരമായിട്ട് പറഞ്ഞ വഴി തന്നെയാണ്. ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ രണ്ട് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. അതും സപ്പോട്ട, മാവ്, പിന്നെ ആന നെല്ലിക്ക എന്നൊക്കെ പറയില്ല, അതൊക്കെ വെച്ചിട്ടുണ്ട്. ഈ റോഡ് വന്നിട്ട് നമുക്ക് പണിമൂല ക്ഷേത്രത്തിൽ പോകണം. റോഡ് പണിമൂല പോയിട്ട് ഇവിടെ എന്തൊക്കെ കടകളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും കൂടെ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടോട്ട്. ആ ഇവിടുന്ന് പൂനെയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. പൂനെയിൽ അങ്ങോട്ടും കുറേ കൃഷി ആളുകളുണ്ട്. ഞാൻ അവിടെ പോയി കുറേ കൃഷിയുടെ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. ഈ ബസ് ഇറങ്ങിയപ്പം ഇത്രയും സൗണ്ട് ഇല്ല. ഇതിപ്പം വന്ന് അതിൻ്റെ കറണ്ട് വണ്ടിയാണെങ്കിലേ സൗണ്ട് കൂടിയായി. ഇത് പോത്തങ്കോട് വരെ ഉള്ള ഒരു സ്റ്റേഷൻ. ഇത് നമ്മൾ പൂനെയിൽ ഭഗവതി എന്ന് പറഞ്ഞില്ലേ, ഈ വഴി പണ്ടത്തെ റോഡാണ്. ഇതിപ്പം പിന്നീട് ഇതുവഴി ആക്കിയത്. അല്ലെങ്കിൽ ഇതുവഴിയാണ് ഇങ്ങോട്ട് വന്ന് കയറുന്നത്.
കയറ്റമുണ്ട്. പക്ഷെ ഞാൻ പൊന്മുടിയിൽ സൈക്കിളിൽ പോയിട്ടുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് പോയതുകൊണ്ടൊരു പേടിയായിരുന്നു. ചില കാറും ബൈക്കൊക്കെ ടക്കനെ കയറും. നമ്മൾ പല സ്ഥലത്തിൽ നമ്മൾ വിജനമാറ്റ് ഒറ്റയ്ക്കായിപ്പോവും. എൻ്റെ കയ്യിലാണെങ്കിൽ വെള്ളവും തീരും, വെള്ളമില്ലായിരുന്നു. പിന്നെ ചവിട്ടി കയറി ഉരുട്ടിയില്ല, അങ്ങ് അറ്റം വരെയും ചവിട്ടി. നാൽപ്പത്തഞ്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 45 മിനിറ്റാവും. ഹെൽമെറ്റ് അവിടെ ഇപ്പം തുടങ്ങിയാണ് കേട്ടോ. ഇതാണ് പോത്തങ്കോട്. കണിയാപുരം നേരെ, മംഗലാപുരം നേരെയല്ല, അവിടെ നിന്ന് നേരെ പോയിട്ടില്ല. ഇതാണ് പോത്തങ്കോട്. കടകളൊന്നും തുറന്നില്ല രാവിലെ ആവുന്നു. അത് ഒൺവേണ്, നമുക്കിങ്ങനെ കറങ്ങി അതുവഴി ഉണ്ട്. ഇതുവഴിയും പണിയമ്പലം ക്ഷേത്രത്തിൽ പോകും. വേണ്ട മംഗലാപുരം അവിടെ ചെന്നിട്ടാണ് ഇങ്ങോട്ട് വെഞ്ഞാറമൂട്. നമ്മൾ വെഞ്ഞാറമൂട് ഉണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നേരെ മംഗലാപുരം പോകാം. ഇവിടെ ഇങ്ങോട്ട് നമ്മൾ വൺ വേ പോയിട്ട് ഇങ്ങോട്ട് വെഞ്ഞാറമൂട് അങ്ങോട്ടാണ്. വെഞ്ഞാറമൂടെന്ന് അറിയാമല്ലോ, നമ്മളെ മെയിൻ MC റോഡ്, കോട്ടയം പാല, അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരണം. MC റോഡ് ഇവിടെ ആവശ്യം പോലെ കടകളുണ്ട്. ഇവിടെ പേ പാർക്കിംഗ് ഉണ്ടോ, കാറിൻ്റെ പേ പാർക്കിംഗ് ഉണ്ട്. പിന്നെ സബ് രജിസ്ട്രാർ ഓഫീസ് പോത്തങ്കോടത്ത് ഇവിടെയാണ്. ഇതിനകത്താണ്.
ഓണ്ട ബോർഡ് കണ്ട ആ ലെഫ്റ്റിലോട്ട് പോകണം. ഇതാണ് പോത്തങ്കോട് ബസ് സ്റ്റാൻഡ്. ആ ബസ് പോകണ അങ്ങോട്ടാണ് നമ്മൾ വെഞ്ഞാറമൂട് MC റോഡ്. അവിടുന്ന് ഒരു 4 കിലോമീറ്റർ വരും. പിന്നെ നേരെ പോണത് നമുക്ക് വെമ്പായത്ത് പോകാം, പല സ്ഥലങ്ങളിലോട്ട് പോകാം. നമ്മൾ തിരിച്ച് ഇവിടം വരെ വന്നിട്ട് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇത് 1 വേ ആണ്. നമ്മൾ വെഞ്ഞാറോഡിൽ നിന്ന് വരുമ്പം ഇതുവഴിയാണ് നമ്മൾ അവിടെ വന്ന് കയറുന്നത്. ഇവിടുത്തെ തിയേറ്ററിന് MD മോഹൻലാലിൻ്റെ പടം ഇവിടെ ഓടെ. ഇവിടെ MD, ഇവിടെ MDയിലെ പാർക്കിംഗ് ആണ് തിയേറ്ററിൻ്റെ. കട വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നമ്മൾ നിർത്തണം. അങ്ങോട്ട് തിരുവനന്തപുരം നമ്മൾ വന്ന വഴി മെഡിക്കൽ കോളേജ്. നമ്മളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതേ മാതിരി വീഡിയോയുമായി ഇനിയും കാണാം.